Hello guys, welcome back to my YouTube channel. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 രേണു സുധി ക്വിറ്റ് ചെയ്ത് വീട്ടിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ തവണ പറഞ്ഞ കാര്യമല്ല, ഒരുപാട് ദിവസമായി പറയുന്നു എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇവിടെ നിന്ന് മതിയായി എന്നുള്ള കാര്യങ്ങൾ. പുതിയ കണ്ടന്റ് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പോകാനായിട്ടും കരയാനായിട്ടും ഉള്ളൊരു കണ്ടന്റാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞൊരു ദിവസം നടന്ന ഒരു ടാസ്കിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഹൈജീൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വൃത്തിയുള്ള ആളുകളെയും അതുപോലെ തന്നെ വൃത്തിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകളുടെ പേര് പറയാനും അതുപോലെ തന്നെ ഒരു കാരണം വ്യക്തമായി പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോരുത്തരെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അനുമോള് രേണുസുധിക്കെതിരെയാണ് വൃത്തിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനാണ് ഈ രേണുസുധി ഇരുന്ന് കരച്ചിൽ, എനിക്ക് വീട്ടിൽ പോകണം പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്നു കരഞ്ഞു മെഴുകുന്നത്. സംഭവം ഇത്രയും അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. രേണു ചേച്ചിൻ്റെ തലയിൽ നിന്നും ഒരുപാട് തവണ പെയിനും മുഖത്തും അല്ലാതെയും ഒക്കെ കിട്ടിയിട്ട് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളത് കറക്റ്റായിട്ട് കെയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആള് കുളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മേല് നനയ്ക്കുന്നുണ്ടായിരിക്കും, പക്ഷെ തല കഴുകുന്നില്ല. ഇത് ഇവിടെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളത് കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിയില്ലായ്മ തോന്നിയിട്ടുള്ളത് രേണു സുധിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിസയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു ചേച്ചിൻ്റെ എപ്പോഴും ആ ബെഡ് വലിച്ചു വാരി കിടക്കുകയാണ്, മടക്കി വെക്കാറില്ല എന്നുള്ള രീതിയിൽ അത് ജിസയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ രേണുസുധിക്ക് കിട്ടിയ കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോള് പറഞ്ഞതാണ്. അപ്പം അതിൽ എന്താണ് രേണുസുധിക്ക് കരയാനുള്ള കാരണം എന്ന് വെച്ചാൽ, അനുമോള് ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇത്രയും ജനങ്ങൾ കാണുന്ന ഈ ഒരു ഷോയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പറയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് രേണുസുധി അവിടെ പറയുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും ക്യാമറകൾ ഉള്ള ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അനുമോള് രേണുസുധിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പോയി നിന്ന് പറഞ്ഞാലും എല്ലാ ജനങ്ങളും കാണും ആ ഒരു സംഭവം ലൈവിൽ. അതുപോലെ തന്നെ ഇത്ര ആളുകളുടെ മുമ്പിൽ പറഞ്ഞാലും കാണും. അത് ഒരു തെറ്റായിട്ടോ കുറ്റമായിട്ടോ അല്ല അനുമോള് പറഞ്ഞിട്ടുള്ളത്, ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് സത്യസന്ധമായ ഒരു കാര്യം തുറന്ന് പറഞ്ഞിട്ടുള്ളത്. പലരും തുറന്ന് പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അനുമോള് തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറയുന്നത് ഇത്ര ജനങ്ങൾ കാണുന്ന എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടന്ന കാര്യമല്ല, പുറത്ത് നടന്ന കാര്യങ്ങളാണ്. എത്രയോ ജനങ്ങൾ കാണുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് രേണുസുധി വീട് വെച്ച് കൊടുത്തവർക്കും അതുപോലെ ഇപ്പോൾ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തവർക്കെതിരെയും അതുപോലെ സ്ഥലം കൊടുത്തവർക്കെതിരെയും സംസാരിച്ചിട്ടുള്ളത്. വീട് ചോർച്ചയുണ്ട്, സ്ഥലത്തിൻ്റെ പേരിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ തലയിലെ എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് പേനുണ്ട്, പൊടിയായി വരുന്നു എന്നുള്ള രീതിയിലും ബിഗ് ബോസിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രേണുസുധി പറയുന്ന കാര്യങ്ങളൊന്നും പുറം ലോകം അറിയുന്നില്ലേ? ഇത്രയും ജനങ്ങൾ രേണുസുധി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലേ? രേണുസുധിനെ തിരിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമേ പബ്ലിക് കേൾക്കുന്നുള്ളൂ. അപ്പം ഇത്രയും ജനങ്ങളെ, ഇത്രയും ആൾക്കാരെ രേണുസുധി ഇത്രയും പബ്ലിക്കിന് ഇട്ടുകൊടുത്തത്, അപ്പം അതിൽ രേണുസുധിക്ക് ഒരു സങ്കടവും കാര്യങ്ങളോ ഒന്നുമില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് രേണുസുധിക്ക് കിട്ടണം. കാരണം മറ്റുള്ളവരെ നമ്മൾ പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമം ഇപ്പോഴാണ് രേണുസുധിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അനുമോള ഒറ്റയ്ക്ക് പോയി പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട കാര്യം അനുമോൾ എല്ലാവരുടെയും മുമ്പിൽ ഒരു ടാസ്ക്, അതിൻ്റേതായ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ പറഞ്ഞു. അതിൽ ഒരു തെറ്റും പറയാനായിട്ട് പറ്റില്ല. ഇതിപ്പോൾ മുമ്പ് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് വന്ന് കരഞ്ഞു, എനിക്ക് പുറത്ത് പോകണം, എന്നെ ഇങ്ങനെ വിളിച്ചു, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇതും. അതുപോലെ തന്നെ വൃദ്ധപ്പനെ കാണാൻ തോന്നുന്നു, കിച്ചുവിനെ കാണാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള 2 തവണയുള്ള കരച്ചിലും. സത്യം പറഞ്ഞ ടാസ്കിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും രേണുസുധിനെ കാണാൻ കിട്ടുന്നില്ല. ആകെ കാണാൻ കിട്ടുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് കരയുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അക്ബർ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ടോപ്പിക്ക് വെച്ച് തന്നെ 2-3 തവണ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ അനുമോള് പറഞ്ഞതും നേരെ ആൾ ക്യാമറൻ്റെ മുമ്പിലേക്കാണ് ഓടിയിരിക്കുന്നത്. ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പോയി പറയാൻ, ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെയാണ് വന്നത് എന്നുള്ള രീതിയിൽ. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുത്ത ആ ഒരു ലേഡി വ്യക്തമായി പറയുന്നുണ്ട്, കുളിക്കാൻ പാടില്ല എന്നോ തല നനയ്ക്കാൻ പാടില്ല എന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. കുളിക്കാൻ പറ്റുന്നതായിട്ടും തല എപ്പോഴും നനയ്ക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് രേണുസുധിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അവരൊരു മുമ്പത്തെ വീഡിയോയിൽ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ വ്യക്തമായി പറയുന്നുണ്ട്, കറക്റ്റായിട്ട് ഹെയർ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പെയിനും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള കാര്യം. കാരണം നമ്മളുടെ ഒരു നാച്ചുറൽ ഹെയർ വരുന്നത് പോലെയല്ല നമ്മളൊരു എക്സ്റ്റൻഷൻ വെക്കുമ്പോൾ ഉണ്ടാവുക. അത് അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്യുകയും വാഷ് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ലേഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, രേണുസുധി എപ്പോഴും മുടിനിങ്ങനെ ഫ്രണ്ടിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൾ ഷാമ്പൂ ചെയ്യണതായിട്ടോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ആൾ കറക്റ്റായിട്ടൊന്ന് കോംബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹെയർ ഒന്ന് കെട്ടിവെക്കുകയോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഡാമേജ് സംഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ രേണുസുധിൻ്റെ തലയിൽ ഒരുപാട് പെയിൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രേണുസുധി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ രീതിയിലാണ്. അത് തന്നെ പച്ചക്കള്ളമാണ് രേണുസുധി പറയുന്നത്. അവരത് വ്യക്തമായ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. രേണുസുധി പുറത്തിറങ്ങിയതിന് ശേഷം അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്നും ആ ലേഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്
ഇത്രയും ഇപ്പം അവിടെ നിന്നിട്ട് വാഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് പച്ച കള്ളമാണ്. അപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് വിളിച്ച് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും രേണുസുതിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മൾ കാണുന്ന എല്ലാ എപ്പിസോഡിലും തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഹെയറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പിന്നെ അതുപോലെ ഇങ്ങനെ വലിച്ചുകൊണ്ടൊക്കെയാണ് രേണുസുതി ആ ഷോയിൽ മൊത്തം നടക്കുന്നതായി കണ്ടിട്ടുള്ളത്. പല തവണയും രേണുസുതി ആ ഷോയിൽ തല ഇങ്ങനെ ചൊറിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം രേണുസുതിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സുകളാണ്. അപ്പോൾ ഇതൊന്നും ആൾ അംഗീകരിക്കാൻ തയ്യാറല്ല. സത്യസന്ധമായ കാര്യം ആരെങ്കിലും തുറന്ന് പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെയാണ്. തനിക്ക് അറിയാത്തവരും അതുപോലെ തന്നെ അവിടെ പോയാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേണുസുതി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിപ്പോയിട്ടുള്ളത്. അപ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും കരയാനാണെങ്കിൽ അത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് എന്തിനാണ് അവിടെ പിടിച്ചു നിർത്തുന്നത്? ഇറക്കി വിട്ടൂടെ? കാരണം ബിഗ് ബോസ് ഹൗസിൽ വേറെ ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് രേണുസുതിക്ക് കരയാനായിട്ട് കിട്ടുന്നത്. എന്നാലും ആരും ഇപ്പം അനുമോളും കരയുന്നുണ്ട്. പക്ഷേ എനിക്ക് വീട്ടിൽ പോകണം എന്നോ അല്ലെങ്കിൽ എന്നെ ഇറക്കി വിടണം, ഞാൻ ക്വിറ്റ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഇത് രേണുസുതി എനിക്ക് തോന്നുന്നു 2-3 തവണയായി എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഈ ആഴ്ച എന്തായാലും ലാലേട്ടൻ വന്നാൽ അതിനുള്ള ഒരു മറുപടി കൊടുക്കണം. അഥവാ രേണുസുതിക്ക് വീട്ടിൽ പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ പൊയ്ക്കോട്ടെ. ആൾ അവിടെ ഇരുന്നത് കൊണ്ട് മാത്രം ഒരു കണ്ടന്റും കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ആൾ ഒന്നിലും പോയി ഇടപെടുന്നതായിട്ടോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതായിട്ടോ ഞാൻ ഇതുവരെയും ഒരു എപ്പിസോഡിലും കണ്ടിട്ടില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് ആൾ വെളിയിൽ വന്ന ആൽബവും അതുപോലെ തന്നെ റീൽസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ.